നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം കമ്പനിക്കടവിലെ ഫിഷർമെൻ യൂട്ടിലിറ്റി സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ ബാബു നിർവഹിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മതിലകത്ത് മാധ്യമങ്ങളും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലം കമ്പനിക്കടവിലെ ഫിഷർമെൻ യൂട്ടിലിറ്റി സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ ബാബു നിർവഹിച്ചു. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് കൂരിക്കുഴി കമ്പനിക്കടവിൽ ഫിഷർമെൻ യൂട്ടിലിറ്റി സെന്റർ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 22 സെന്ററുകളിൽ 5 തൃശൂർ ജില്ലയിലാണെന്നും 5.31 കോടി രൂപയാണ് ജില്ലയ്ക്ക് മാത്രമായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു നിയോജകമണ്ഡലമാണ് സുനിൽകുമാറിൻ്റെ ഈ കയ്പമംഗലം നിയോജകമണ്ഡലം. കാരണം അത്രയധികം പദ്ധതികളാണ് ഈ പഞ്ചായത്തിലും ഈ നിയോജകമണ്ഡലത്തിലും തീരദേശ വികസന കോർപ്പറേഷനും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സുനിൽകുമാർ മന്ത്രിയായി വകുപ്പിൻ്റെ മന്ത്രിയായി ഇത്രയും നടക്കില്ല. കാരണം അത്രയധികം കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ തീരദേശ മേഖലയിൽ വികസനത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, സ്കൂളിൻ്റെ കാര്യം 180 ലക്ഷം രൂപയുടെ ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാഡമിക് ബ്ലോക്ക് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കലിൻ്റെ നടപടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം കൊടുത്ത കോൺട്രാക്ടർ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് അത് റീടെൻഡർ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കേരളത്തിലൊട്ടാകെ അത് വീണ്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 103.70 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അത് അവസാന ഘട്ടത്തിലാണ്. VS സുനിൽകുമാർ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ അഫൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ മണി ഉല്ലാസ്, ജാൻസി റാഫേൽ, KG ദിലീപ്, MC രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, PA മുഹമ്മദ് അലി, KK വാസുദേവൻ, PA ഇബ്രാഹിം, മുഹമ്മദ് തിണ്ടിക്കൽ, MC ശശിധരൻ, EK ദാസൻ, VR ഷൈൻ, രാധാ വേലായുധൻ, പ്രീതി ഉണ്ണിക്കുട്ടൻ, NS ശീലു തുടങ്ങിയവരും സംസാരിച്ചു. നാട്ടിക ബീച്ചിൽ നിർമ്മിക്കുന്ന ഫിഷർമെൻ യൂട്ടിലിറ്റി സെന്ററിന്റെയും പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെയും നിർമ്മാണോദ്ഘാടനവും മന്ത്രി കെ ബാബു നിർവഹിച്ചു. ഗീതാ ഗോപി MLA ചടങ്ങിൽ അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, VR വിജയൻ, EMV വിമൽകുമാർ, ലിജി നിതിൻ തുടങ്ങിയ പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 2013-14 സാമ്പത്തിക വർഷത്തിൽ നബാർഡിന്റെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ നിർമ്മിക്കുന്നത്. 187 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന യൂട്ടിലിറ്റി സെന്ററിൽ മത്സ്യം ലേലം ചെയ്യുന്നതിനായുള്ള മുറിയും ശീതീകരണ മുറി, ടോയ്ലറ്റ് എന്നിവയും ഇതോടനുബന്ധിച്ച് കിണർ, അപ്രോച്ച് റോഡ്, സോളാർ ഹൈമാസ്റ്റ് വിളക്ക്, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, നൈറ്റ് മെറ്റിംഗ് യാർഡ് എന്നിവയും നിർമ്മിക്കും. കൂടാതെ 29 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഹെൽത്ത് സബ് സെന്ററിന്റെ ഇഞ്ചക്ഷൻ റൂം, കൺസൾട്ടിംഗ് റൂം, ഫാർമസി എന്നിവയുമാണ് നിർമ്മിക്കുക. CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മതിലകത്ത് മാധ്യമങ്ങളും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ സെബാസ്റ്റ്യൻ പോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം അവർ നമ്മെ അറിയിക്കാറില്ല. നമ്മെ രസിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ അവർ ഓരോ ദിവസവും കണ്ടെത്തി നമ്മെ അറിയിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. മാധ്യമങ്ങളുടെ വൈവിധ്യ നിമിത്തമാണ് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒരിടത്ത് മൂടിവയ്ക്കുന്നത് മറ്റൊരിടത്ത് തുറന്നു കാണിക്കപ്പെടും. ആ വൈവിധ്യം ഇല്ലാതെയാക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ക്രോസ് ഓണർഷിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ആൾ അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു സ്ഥാപനം തന്നെ പലതരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് ഈ ക്രോസ് ഓണർഷിപ്പ്. അമേരിക്കയിൽ പോലും അതിന് നിയന്ത്രണമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഒരു നിയന്ത്രണവുമില്ല. എല്ലാ മാധ്യമങ്ങളും ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. വലിയ കോർപ്പറേറ്റുകൾ ആ രംഗത്തേക്ക് കടന്നു വരുന്ന അവസ്ഥ. അപ്പോൾ ഈ CNN IBN എന്നൊരു പ്രസിദ്ധമായ ചാനലുണ്ട്. ആ ചാനൽ
വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും വലിയ തുക നൽകി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അംബാനിയാണ്. 4000 കോടി എന്നൊക്കെ പറഞ്ഞാൽ അംബാനിക്ക് അത് വലിയ തുകയൊന്നും ആയിരിക്കില്ല. പക്ഷെ അവിടെ സ്വന്തമാക്കിയിരിക്കുന്നു. ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇതിനകം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ പ്രമുഖമായ മാധ്യമ സ്ഥാപനങ്ങൾ ഈ കോർപ്പറേറ്റുകളുടെ സ്വന്തമാകുന്നു. സ്വന്തമാകാത്തവയെ അവർക്ക് പണം നൽകി സ്വന്തമാക്കാനും കഴിയും. ആർ പാർവതി ഗോപി സംസാരിച്ചു. KS മുഹമ്മദ് അധ്യക്ഷനായി. PK ചന്ദ്രശേഖരൻ, KK അബീദ് അലി, പുഷ്പ ശ്രീനിവാസൻ, EV സുരേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച പട്ടികജാതി ക്ഷേമസമിതി പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടികജാതി ഭവന പദ്ധതി സഹായം ഏകീകരിക്കുക, ധനസഹായം 5 ലക്ഷമാക്കി ഉയർത്തുക, പട്ടിക വിഭാഗങ്ങൾക്ക് നീക്കിവെക്കുന്ന പദ്ധതി വിഹിതം കാര്യക്ഷമമായും പൂർണ്ണമായും വിനിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. PKS ഏരിയ പ്രസിഡന്റ് CM വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. PKS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PK ശശി അധ്യക്ഷനായി. KK ഭാസ്കരൻ സംസാരിച്ചു. ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളിൽ കൂടി 2 ലക്ഷം രൂപയും വികസന ബ്ലോക്കിൽ കൂടി 3 ലക്ഷം രൂപയും കൊടുക്കുന്നത് ഒരേ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ 2 തരത്തിലുള്ള ധനസഹായം, 2 തോതിലുള്ള ധനസഹായം ഏകീകരിച്ച് മൊത്തം 5 ലക്ഷമാക്കി ഉയർത്തുക. ജില്ലയിലെ 19 നാളികേര ഉൽപാദക ഫെഡറേഷനുകൾക്ക് നീരജെത്തുവാനുള്ള ലൈസൻസ് വിതരണം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നീര ചെത്തുന്നതിനുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് വലിയ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 1902 നിയമം കഴിഞ്ഞ വർഷം വരെ ഒരു മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. എന്നാൽ ചെത്തുതൊഴിലാളി സംഘടനകളെയും എല്ലാം ഉൾപ്പെടുത്തി, കർഷകരെ എല്ലാം ഉൾപ്പെടുത്തി എക്സൈസ് കമ്മീഷൻ കൺവീനറായി ഞാനൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കള്ള് ചെത്ത് ഇല്ലാത്ത പ്രദേശങ്ങളിൽ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ശുപാർശ അനുസരിച്ച് ഓരോ ഫെഡറേഷനുകൾക്കും ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കഴിഞ്ഞ വർഷം കള്ള് ഷാപ്പുകളില്ലാത്ത 3 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ പത്തനംതിട്ട, അവിടെ 2 ഫെഡറേഷനുകൾക്ക് വീതവും മറ്റ് ജില്ലകളിൽ 1 ഫെഡറേഷൻ വീതവും അങ്ങനെ പരീക്ഷാടിസ്ഥാനത്തിൽ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ആ പരീക്ഷണം വിജയിച്ചു. 173 ഫെഡറേഷനുകൾക്ക് ശനിയാഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ലൈസൻസ് നൽകുന്ന ചടങ്ങ്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മധുരംഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ അഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ, എക്സൈസ് CI രാമചന്ദ്രൻ, കൊടുങ്ങല്ലൂർ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ KK സച്ചിദാനന്ദൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ 80 ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന മീനാകുമാരി റിപ്പോർട്ടിനെതിരെ ഉയർന്നിട്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിൽ അണിചേരണമെന്ന് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യമുന്നയിച്ചു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന സംയുക്ത യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 21-ന് തൃശ്ശൂർ ജില്ലയിൽ തൃപ്പയാർ മിനി സ്റ്റേഷനിലേക്ക് മാർച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുഖ്യമായിട്ടുള്ള കാരണം മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഇത് കടലിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെയും പരമ്പരാഗതമായിട്ട് ആ മേഖലയുടെ അനുബന്ധമായി ജീവിക്കുന്ന സമൂഹത്തെയും കടലോരത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്ന ഒരു സമീപനമാണ് ഇതുവഴി ഉണ്ടാകുന്നത്. അത് ദോഷകരമാണ്. സർക്കാരിനെ ആ കാര്യം ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ യൂണിയനുകളും, പ്രധാനപ്പെട്ട യൂണിയനുകളുടെ ഒരു സംയുക്ത വേദി ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന തലത്തിലും ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ഹൃദയവികാരം ഈ പ്രക്ഷോഭത്തിലൂടെ
പ്രതിഫലിക്കപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2011 തീരദേശ പരിപാലന നിയമത്തിൽ ആവശ്യമായ ഇളവുകളും ഭേദഗതികളും വേണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 30 വർഷമായി മത്സ്യബന്ധനത്തിനാവശ്യത്തിന് സബ്സിഡിയോടുകൂടി കിട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ ക്വാട്ട നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതോടനുബന്ധിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനുള്ള ഉത്കണ്ഠയും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിനായി ഈ മാസം 21 ബുധനാഴ്ച കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പണിമുടക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ചും നടത്തും. കൊച്ചിൻ ഹാർബറിലും ഉപരോധ സമരം നടത്തും. 21 രാവിലെ ഇതിന്റെ ഭാഗമായി തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തുമെന്നും സംയുക്ത ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KV അബ്ദുൽ ഖാദർ MLA, PR കറപ്പൻ, AK പീതാംബരൻ, KV ശ്രീനിവാസൻ, KC സതീശൻ, MA ഇസ്മായിൽ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇടവേള.